ഹലോ, ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. വീടിൻ്റെ ഉള്ള ചെടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊടി പിടിച്ച് കിടക്കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ അങ്ങനത്തെ ചെടികളൊക്കെ ആയിരിക്കും കൂടുതൽ ഇങ്ങനെ പൊടി ഉണ്ടാവുക. നാച്ചുറൽ ഉണ്ടാവുന്ന പ്ലാന്റ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ നല്ല പൊടി പിടിക്കും നമ്മൾ തുടച്ചൊന്നും കൊടുത്തില്ലെങ്കിൽ. അപ്പം ഞാൻ രാവിലെ കുറച്ച് ചെറുനാരങ്ങ പറിക്കാണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ പറിക്കാണ്ട് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ ആഗ്രഹമായിട്ട് പോലും ഞാൻ പറിച്ചില്ല. കാരണം അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ മൂടില്ല. അപ്പം എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ വെച്ചിട്ട് അങ്ങനെ വെച്ചേ കൊണ്ട് അത് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഏകദേശം അത് പഴുത്തിട്ടുണ്ട്. ഞാൻ 2 ഇങ്ങനത്തെ സീഡ്ലെസ് ലെമണിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്നാണ് ഇത് കാണുന്നത്. പിന്നത് ഞാൻ ഫസ്റ്റത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൽ ആദ്യം ഉണ്ടായത് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഇതിൽ കായ കണ്ടോ, വലിയ വലുപ്പവും കാര്യങ്ങളൊന്നുമില്ല. എന്തോ ഒരു കേട് പോലെ ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം പറിച്ചിട്ടില്ല, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ്. നല്ല വലുപ്പമുണ്ട്. അതായത് ഈ ഒരു പ്ലാന്റിലും ഫസ്റ്റ് ഉണ്ടായിരുന്ന കായ അങ്ങനെയായിരുന്നു. ഇത്തവണ ഇതിൽ ഒരുപാട് എണ്ണം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നോക്കുന്നു അതുകൊണ്ടായിരിക്കും കായ്ക്ക് ഇത്തിരി വലിപ്പം കുറവുള്ളത്. നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതായത് ഞാൻ ഫസ്റ്റ് വലിയ കായ പറിച്ചില്ലേ, ആ പ്ലാന്റിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന 3 കായാണ് കേട്ടോ. അതാ ഇത് നല്ല ഉരുണ്ട് നല്ല നല്ല എന്താ പറയുക, തക്കുടുമണി പോലെ ഇരിക്കുന്നില്ലേ അത്. പക്ഷേ ഇതുണ്ടല്ലോ ഭയങ്കര ഹാർഡാണ്. നമ്മൾ നോർമലി കാണുന്ന നാടൻ ചെറുനാരങ്ങയില്ലേ അതേപോലെ അല്ല കേട്ടോ ശരിക്കും. എനിക്കറിയില്ലെന്ന് വന്നതിന് ശേഷം ഉണ്ടായതിന് ശേഷമാണ് എനിക്കത് ഈ ഒരു സീഡ്ലെസ് ലെമൺ ഇങ്ങനെ ആവുമെന്ന് പറയണത്. ഉള്ളിൽ പേര് പോലെ തന്നെ കുരുവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല കട്ടിയായിരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഒരു ഉറപ്പ് പോലെയാണ്. പിഴണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്നും പിഴിഞ്ഞാൽ ചാറ് കിട്ടില്ല. ആ ഒരു ഈ നാരങ്ങ പിഴിയുന്നൊരു സ്ക്യൂസർ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലേ സാധനം വരുള്ളൂ കേട്ടോ. പിന്നെ നീര് കിട്ടുള്ളൂ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ കടൽമാട് നന്ന് കൊണ്ടുവച്ച പാഷൻ ഫ്രൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വിത്തിട്ടാണ്. അപ്പോൾ അത് മുളച്ച് വന്നപ്പോൾ അതിങ്ങനെ ഞാൻ കയറ്റി കൊടുത്താണ് കേട്ടോ. അതിലുണ്ടല്ലോ വലിയ ടൈപ്പാണ്. ഞാനത് അന്ന് മാമൻ്റെ അവിടെ കണ്ടപ്പോൾ അത് കൊണ്ടുവന്ന് ആ വലിപ്പം കണ്ടിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. ഇപ്പോഴുണ്ടായ കായ നല്ല വലിപ്പമുണ്ട്. ശരിക്കും നമ്മൾ നോർമലി കാണുന്നതിനെക്കാട്ടും നല്ല വലുതാണ്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ കായ വലുതാവുന്നുണ്ട്, കുറേ ഉണ്ടാവുന്നുണ്ട്. ഇനി അതിന് കുറച്ചൊരു നമ്മളെ എന്താ ഇട്ട് കൊടുക്കുക, പന്തലിട്ട് കൊടുക്കണം. അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു ചെടി മേലെ തന്നെ തുടച്ച് വൃത്തിയാക്കി തുടങ്ങാൻ വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം രാവിലെ ഏട്ടനെ വീഡിയോ കോളൊക്കെ ഒന്ന് വിളിച്ചു. വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ നോക്കാൻ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ചെടി ഇതാണ്. ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെടീനെ പൊക്കിയിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ചെടിക്കൊരു കളറില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൽ ഫുള്ളി ഇലയിലൊക്കെ പൊടി ഇങ്ങനെ ഈ ഉള്ളിലൊക്കെ മേലേക്ക് ശരിക്കും നമ്മൾ റൂം ഇങ്ങനെ അധികം തുറന്നിടുന്നില്ലല്ലോ. മേലേക്ക് അങ്ങനെ ആരും വരണമില്ല. എന്നാൽ പോലും ഈ ഒരു എങ്ങനെയാണെങ്കിലും പൊടികൾ ഉണ്ടാകും. നമ്മൾ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും ജനലിൻ്റെ ഇടയ്ക്കും അതേപോലെ തന്നെ കബോർഡിൻ്റെ ഓരോ TV ആ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലും. പിന്നെ ഈ ഒരു ചെടികളിലൊക്കെ ഈ പൊടികളൊക്കെ എവിടുന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഇത്രയും പൊടികൾ ഉണ്ടാവുമായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു മുഷിഞ്ഞ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിയിലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഞാനിത് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇതന്ന് നടന്ന് കാണിച്ച് എനിക്ക് ഓർമ്മയില്ല. നമ്മളൊരു മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ നീട്ടി താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടു. പിന്നെ അത് നീണ്ടപ്പോൾ എന്ത് ചെയ്തു, മുറിക്കാൻ തോന്നിയില്ല കേട്ടോ. അതിങ്ങനെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു നമ്മളെ സ്റ്റെയറിൻ്റെ അവിടെ ഇതേപോലെയാണ് ഗ്രില്ല് പോലെ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെന്താ പറയുക, ഹാൻഡ് റെയിൽ പറയില്ലേ, അത് ഇതേപോലെ കമ്പി കൊടുത്തിട്ടുള്ളതാണ്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഓരോ കമ്പി ഇടവിട്ട് ഇങ്ങനെ അതിനെ വളച്ച് കയറ്റി കൊടുത്തുകൊണ്ടതാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് ശരിക്കും ഇപ്പോൾ കാണാനായിട്ട്. ഇങ്ങനെ ഞാൻ ഓരോ ഇല ഉണ്ടാകുമ്പോഴും ഇങ്ങനെ നീണ്ടു വരില്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷമായി കാണാനായിട്ട്. ഇങ്ങനത്തെ ഒറ്റ നല്ല കേട്ടോ, ആ ഒരൊറ്റ ചട്ടി ഞാൻ ഇങ്ങനത്തെ ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒന്ന് മാത്രം അങ്ങോട്ട് കാര്യമായിട്ട് നീണ്ടു വരുന്നുള്ളൂ. മറ്റേത് ഒന്ന് ശുഷ്കിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റേത് ഇങ്ങനെ ഒരില വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഒരില വരുന്നത്. പക്ഷേ ഈ ഒരു ചെടിയത്തെ മാത്രം നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അലപ്പിലെ കുഞ്ഞിലൊക്കെ മെല്ലെ സൂക്ഷിച്ചായി കൊടുത്തു. ഒന്ന് എന്താ പറയുക, അമർന്നാൽ ഞാൻ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് മെല്ലെ കെയർഫുള്ളായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കണത്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ കമ്പി വിട്ടിട്ട് അങ്ങനെ കയറ്റാനുള്ള പ്ലാനാണ്. ഇനി ചുട്ടൻ വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന് കയ്യെത്തി തുടങ്ങിയാൽ പിന്നെ അത് ഇലയൊന്നും ഉണ്ടാവില്ല. അപ്പം എങ്ങനെയെങ്കിലും ഞാൻ മേലേക്ക് തന്നെ കയറ്റി കൊണ്ടുവരാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലത്താണ് നമ്മളെ കൂടുന്നത് വീട് ഏറ്റവും കൂടുതൽ മുഷിയല്ലേ. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഓരോ ഈ ചെടികൾ അതേപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെ മരത്തിൻ്റെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരു ഫംഗസ് പൂപ്പലാണ് നിറച്ച് ഇങ്ങനെ ഒരു വെള്ള കളറിൽ പൂപ്പൽ വന്നിട്ട് അങ്ങനെയൊക്കെ അലമ്പായിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഒരു ഗ്രില്ലില്ലേ നമ്മുടെ ആ കമ്പിയിൽ നല്ലോണം പൊടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മളെ സ്റ്റെയറിൻ്റെ അവിടെ കയറുമ്പോൾ ആ ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത് പിന്നെ എങ്ങനെ എന്താ പറയുക, കാട് പോലെ പെട്ടെന്ന് വളരുന്ന സംഭവം കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടി, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപ് പറഞ്ഞില്ലേ, ഒരു ദിവസം ഷോപ്പിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചത്. അപ്പോഴാണ് അവർ പറഞ്ഞത് പ്ലാസ്റ്റിക് അല്ല. അങ്ങനെ ഞാനും ആ ഒരു ചെടി നോക്കി മേടിച്ചാണ്. അപ്പം അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ മേലെ ഇങ്ങനെ അടിച്ച് വരുവാണ്. പിന്നെ ആയിരിക്കുന്ന ലൈറ്റ് ഇല്ലേ, അത് അങ്ങനത്തെ 2 ഏട്ടൻ മേടിച്ചാണ്. ആ ലൈറ്റിൻ്റെ കാലിൽ പോലും ഉണ്ടാവും ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ പൂപ്പൽ വന്നിരിക്കും. പൂപ്പൽ തന്നെയല്ലേ, ആ ഒരു വെള്ള കളർ കുത്ത് അങ്ങനെ വന്നിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ മേലേക്ക് ഒന്ന് അടിച്ച് വാരി എടുത്തപ്പോഴത്തേക്കും നെയ്തം വരുന്നുണ്ട്. അമ്മ അടിച്ച് വാരിയാണ്. ഇജ്ജമ്മേനെ സഹായിക്കുവോ? എന്തായി? കോരി സഹായിക്കുന്നോ? ഈ അടിച്ചു വാരി സഹായിക്കുമോന്ന് ചോദിച്ച്. സത്യം മാമ കഴിക്കണ്ടേ? കുളിക്കണ്ടേ? പല്ല് കേക്കണ്ടേ? ഓ എന്ത് 1 4 ഒന്നെണിക്ക? 1 1 2 ബാക്കിയോ? നിന്നോട് എണ്ണാനാ പറഞ്ഞേ. 1 2 3 4 എണ്ണിക്കാം. ചുട്ടാ എവിടെ പോയി? അമ്മ കണ്ടില്ല ഉണ്ണിയെ. കണ്ടുപിടിച്ചേ. അത് ഹെയർ സെറം അല്ല, അമ്മേന്റെ. അത് അമ്മേന്റെ ഷാമ്പു ആടാ. അതും ഹെയർ സെറം. അത് ഹെയർ മാസ്ക്. അതും ഹെയർ മാസ്ക് അല്ല, മൂന്ന് തേക്കണല്ല, അത് തലയിൽ തേക്കണതാ. അത് ഹെയർ മാസ്ക് പറ. കയ്യിൽ തേക്കണല്ല കുഞ്ഞാ. അതോ? അത് തലയിൽ തേക്കണത്. തലയിൽ തേക്കണത്. അതും തലയിൽ തേക്കണത്. എല്ലാം തലയിൽ തേക്കണാണേ. ആടാ, അത് ഷാമ്പു. അതിന്റെ അമ്മ. അതിന്റെ ആ മാസ്കിന്റെ അമ്മ ഷാമ്പു. ഒരേപോലെ ഉണ്ടല്ലേ? അമ്മയുടെ ഫോണ്. ഈ ചെങ്ങായിൻ്റെ ഒരു കാര്യം. ഉണ്ണി തേക്കണ്ട, ഉണ്ണിക്ക് തേക്കാൻ പറ്റൂല. വേണ്ട ഉണ്ണിയെ, വേണ്ടേ. അത് നമ്മുടെ ഉണ്ണിക്ക് പറ്റൂല. എന്റെ ചുണ്ട് പറ്റില്ലടാ. ഇല്ല, ഉണ്ണിക്ക് പറ്റൂലേ? അമ്മയ്ക്ക് പറ്റും. അമ്മ സ്വത്തോടെ വാ. അമ്മയുടെ ഉണ്ണിന്റെ പേര് പറഞ്ഞെടുക്കുക. അമ്മയുടെ ഉണ്ണിന്റെ പേരെന്താ? ഞാൻ രാവിലെ മേലെന്ന് ഇതൊക്കെ ചെയ്യണം ഒച്ച കേട്ടപ്പോൾ മെല്ലെ കയറി വന്നാട്ടോ. എന്താ അറിയാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അവൻ മേലെ ആണെങ്കിലും അവൻ കയറി വരും. അവന് മേലെ വരാൻ ഇഷ്ടം. അവൻ്റെ കളിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ പെറുക്കി കൂട്ടിയിട്ടൊരു കൊട്ടയിലാക്കി മേലെ വെച്ചിരിക്കുക. അപ്പോൾ അത് കളിക്കുകയും ചെയ്യാം. അവനെ കളിക്കേണ്ട സാധനത്തെക്കാട്ടും കൂടുതൽ നമ്മൾ അടിച്ചു വരാണെങ്കിൽ ചൂലും കാര്യങ്ങളൊക്കെ വേണ്ടത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. ഓരോന്നും ഇങ്ങനെ എന്താണെന്നുള്ളത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ താഴെ ചെടിയും കൂടെ ഞാൻ ക്ലീൻ ആക്കിയാണ് കേട്ടോ. പിന്നെ ഇതെന്താ, ഞാൻ ഈ ചീവീടിന് എടുത്ത് വെച്ചെന്ന് അറിയോ? നമ്മളിവിടെ ചീവീട് എന്ന് പറയും. ഇവിടെ അച്ഛനും അമ്മയൊക്കെ മണ്ണട്ട എന്നുണ്ടോ പറയുക. മണ്ണട്ട. നിച്ചു അത് കിട്ടിയപ്പോൾ മണ്ണട്ട എന്നാണ് പറയുക. ഈ ചീവീടിന് അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാ ചീവീടിന്. അത് അമ്മ വെച്ചതാട്ടോ കുഞ്ഞാ. ഇത് അടിച്ച് വാരി കൂട്ടിയിട്ടതാണേ. വാരി കളയേ. കളയാ. ഇവിടെ അടിച്ച് വാരിയിട്ടല്ല, എല്ലാം വാരി കളയുവേ. എന്താ അത്? പിന്നെ അതാ ഈ ഒരു ബുക്കുകളുടെ നമ്മളന്ന് സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഉള്ളിലും അതേപോലെ ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് അടിവശത്ത് നല്ലോണം ഉണ്ട്. അതേപോലെ ഈ ഒരു സൈഡിലൊക്കെ ആ ഒരു ബുക്ക് മാറിയിരിക്കുന്ന സ്പേസിലൊക്കെ നല്ല പൊടിയുണ്ട്. ഈ ഒരു വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയുകയും ചെയ്യും കേട്ടോ. ഇത് ഏട്ടൻ ഓരോ ആഴ്ചയും വരും നല്ലോണം ഒതുക്കി. ഇത് മെയിനായിട്ട് ഏട്ടൻ്റെ ഏരിയയാണ്. അപ്പോൾ ഏട്ടൻ ഒതുക്കി പെറുക്കി വെക്കും. നിശ്ചയം വന്നു കഴിഞ്ഞാൽ ഒക്കെ
ഒക്കെ നിരത്തി താഴേക്കിടും. എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി വെച്ചാണ്. അതിന് ശേഷം പുറത്ത് നല്ല മഴയപ്പോൾ ഒന്ന് ഇവിടെ അങ്ങനെ വന്നിരുന്നു. ചാമ്പു പറ, ചാമ്പു നമുക്ക് താഴെ പോവാ. ഇതെടുത്ത് വെക്ക്, ഇതൊക്കെ എടുത്ത് വെക്ക്. ഓ തേക്ക് വേഗം. കഴിഞ്ഞോ? ഇനി പോവാം. കർക്കിടകത്തെ 10 വെയിലൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ. ഇപ്പം വീണ്ടും ഇങ്ങനെ ഒരു മഴ, ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് കുഴപ്പമില്ലാത്തൊരു മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫുള്ളിങ്ങനെ നിച്ച് കാർന്ന് ഇങ്ങനെ ഭയങ്കര എന്താ മൂടി പിടിച്ചുകൊണ്ടൊരു ഇരുണ്ട കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നൊക്കെ രാവിലെ എണീക്കുമ്പോഴേ ഒരു ഇരുണ്ട് മൂടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ ഈ മഴ പെയ്താൽ പിന്നെ പുറത്തുനിന്ന് സത്യം പറയാം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പുല്ല് പറിക്കണം. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുല്ലും ചെത്തിക്കൂരി എനിക്ക് ഭയങ്കര ഇഷ്ടം. പുറത്തുള്ള പണികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. മഴ വന്നാൽ പിന്നെ ഞാൻ ആ ഏരിയയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പുല്ലൊക്കെ നല്ല ചെടീൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടേ നല്ലോണം അതേപോലെ കേട് വന്നിട്ടുണ്ടായിരുന്നു. കേട് വെച്ചാൽ ഫുൾ അലമ്പായിട്ട് അങ്ങനെ കിടക്കണ്ടോ. എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഇങ്ങനെ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ചെടിയും നാശാവാണ്. ഇപ്പം മഴയും കൊണ്ട് പൂക്കളൊന്നും ഇല്ലാത്തതും കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഒന്ന് കുറച്ച് ദിവസം വെയിലുണ്ടപ്പം ഈ മഴ പെയ്യുന്ന 2 ദിവസം മുന്നേ ഞാനും അമ്മയും കൂടെ മഴയൊക്കെ പോയി തോന്നുന്നു എന്ന് വെച്ചിട്ട് ഫുൾ പറിച്ച് കുറേ ഒരു വീടിൻ്റെ 2 സൈഡ് നല്ലോണം ഫുൾ ക്ലീനാക്കി. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ലോൺ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ വെട്ടി വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും മഴ ചെയ്താൽ പുറത്തിറങ്ങില്ലപ്പോൾ ഒന്നും കൂടെ കാട് വളരെയായിരുന്നു. പിന്നെ നമ്മൾ എത്ര പറിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഫുള്ള് ഒരു വശമൊക്കെ നല്ല ക്ലീനാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയും കൊണ്ട് ഈ ഒരു പുല്ലൊക്കെ ഫുൾ അങ്ങോട്ട് കയറും കേട്ടോ. ഇപ്പം കണ്ട ആ ഒരു എന്താണ് സൺഡേ മണ്ടയോ നമ്മുടെ ആ ഒരു പൂ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പൂപ്പലുണ്ടോ, ഈ ഒരു കൊക്കൊക്കെ ഉണ്ട്, ഈ കൊക്കിലൊക്കെ ഇതേപോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ പൂപ്പൽ വന്ന് നിൽക്കുക. അതേപോലെ ഇതിൻ്റെ മേലായിട്ട് നമ്മുടെ ഡൈനിങ്ങിൻ്റെ മേലായിട്ടൊരു ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ ഭംഗിക്ക് തൂക്കണ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഒരു വുഡൻ്റെ ടൈപ്പാണ്. അതിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ ഇൻറ്റീരിയർ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു സംഭവത്തിലൊന്നും ഇരിക്കുന്നില്ല. അതിൻ്റെ പ്ലൈവുഡ് ഇല്ലേ, മൾട്ടിവുഡ് സംഭവത്തിലൊന്നും പ്രശ്നം വരുന്നില്ല. അതിലിങ്ങനെ പൂപ്പലായിട്ട് വരുന്നില്ല, പൊടി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സംഭവത്തില്ല കണ്ടോ, ഈ ഒരു വെള്ളപ്പൊടി ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഈ വുഡിലൊക്കെ ഇങ്ങനത്തെ ഒരു വെള്ളപ്പൊടി വരുന്നുണ്ട്. ഇതൊന്നും എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. ഓവർ ഈ ഈർപ്പം കാരണം തന്നെയായിരിക്കും. മഴ കഴിയണവരെ ഉള്ളിലൊക്കെ ഒരുമാതിരി ഒരു ഈർപ്പത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇങ്ങനെ പൊടി കാര്യങ്ങളും പൊടിച്ചിട്ട് വൃത്തിയില്ലായ്മയുണ്ട്. ഇപ്പോൾ അത് മഴക്കാലമൊക്കെ കഴിഞ്ഞാലൊക്കെ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. എന്നിട്ടൊക്കെ ഒന്ന് ഫുള്ള് അടിച്ച് തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ ശരിക്കും വൃത്തിയാക്കിയിരുന്നാൽ വലിയൊരു പണി കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും ആ ഉള്ളും പുറമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ വേണ്ടി വരും നന്നായിട്ട് ക്ലീൻ ആക്കണമെങ്കിൽ. ഏകദേശം പുറത്തെ പുല്ലും വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ എന്തായാലും ഒരു സമയം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെരുപ്പുകൾ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടായിരുന്നു. നമ്മളുടെ മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോയോ മോച്ചിയോ അത് ബ്രാൻഡിൻ്റെ ഒരു നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. അത് ഫുൾ സ്റ്റോണാണ് കാണുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല രസമുള്ള ചെരുപ്പാണ്. അത്യാവശ്യം ഈ ഒരു ബ്ലോക്ക് ഹീലാണ് വരുന്നത്. അത്യാവശ്യം ഹീലുണ്ട് കേട്ടോ. അപ്പോൾ ഹീലിടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത് ആമസോണിൽ ആമസോണിൽ ഇപ്പം 13 മുതൽ 17 തീയതി വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലുണ്ട്. അപ്പോൾ 50 മുതൽ 80% വരെ ഓഫുണ്ട്. പിന്നെ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ 10% ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടി എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം കണ്ട ചെരുപ്പിന് 1400 സംതിങ് കണക്ക് റേറ്റ് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ചെരുപ്പാണ്. പൊതുവേ ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ കുറച്ചും കൂടി അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മെട്രോ മോച്ചി ബാറ്റേൻ്റെ ഒക്കെ ചെരുപ്പുകൾ എടുക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. റേറ്റ് കൂടുന്നത് കൊണ്ട് ലാസ്റ്റും ചെയ്യുന്നുണ്ട്, അതിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഇത് ഷൂട്ടോപ്പിയൻ്റെ ആണ്. ഇതിന് 450 490 അങ്ങനത്തെ ഒരു റേറ്റിനാണ് ആ ഒരു ചെരുപ്പ് വരുന്നത്. പിന്നെ ഇത്തവണത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് അടിപൊളി ചെരുപ്പാണ് ഈ കാണുന്നത്. ഇതെനിക്ക് തോന്നുന്നു മോച്ചീൻ്റെ. അതെനിക്ക് ഫസ്റ്റത്തെ ഇതും കൺഫ്യൂഷനുണ്ട്. ഒന്നെങ്കിൽ ഫസ്റ്റത്തെ മോച്ചി അല്ലെങ്കിൽ മെട്രോ. ഇത് രണ്ടും മോച്ചിയോ മെട്രോ ഇതിൽ ഏതോ ഒന്നാണ്. അപ്പം ഈ ഒരു ചെരുപ്പ് നമ്മളതിന് ഭയങ്കര ലുക്കുള്ളൊരു ചെരുപ്പാണ്. കാലിട്ടാൽ ഇതിന് 800-700 അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. വേറെ കളർ ഓപ്ഷനൊന്നുമില്ല ഈ ഒരു ചെരുപ്പിൽ. ഇത് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളറും കൂടെ വരുന്നുണ്ട്. സെക്കൻഡത്തേൽ എനിക്ക് അതിൽ വേറെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട്. പിന്നെ അടുത്ത വന്നിട്ട് ഞാനൊരു വീട്ടിലാണ് നമ്മുടെ ഹവായി ചെരുപ്പ് ഒരു സ്ലിപ്പർ മേടിച്ചാണ്. ബാറ്റേൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് 500 സംതിങ് വരുന്നുണ്ട് കേട്ടോ. ഇടാനായിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഉള്ളിലിടാൻ സോഫ്റ്റ് ആയിട്ടായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ ഹാർഡായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഉള്ളിലേക്കായിട്ട് ഇങ്ങനത്തെ മേടിക്കേണ്ട കേട്ടോ. ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നല്ല
ഇടുമ്പോൾ നല്ല കംഫർട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വേണം, അതായിരിക്കും നല്ലത്. പക്ഷേ പുറത്തേക്ക് ഇത് പെർഫെക്റ്റാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഇത് ഡ്രങ്കൻ അങ്ങനത്തെ ഉള്ള ബ്രാൻഡിൻ്റെ ഒരു നമ്മുടെ സ്ലിപ്പർ തന്നെയാണ്. കാലിനെ വാമാക്കി വെക്കുക, അതായത് നമുക്ക് തണുപ്പ്, ഇവിടെ തണുപ്പ് കൂടിയ സമയത്ത് ഞാനൊന്ന് മേടിച്ചാണ് കേട്ടോ. പെട്ടെന്ന് ഈ തണുപ്പ് കാലിൽ കൂടെയുള്ള നമുക്ക് വരിക, അതുകൊണ്ട് അങ്ങനെ ഇടാനായിട്ട്. ഭംഗിയൊന്നുമല്ല, ഇതിന് ഭയങ്കര കംഫർട്ടാണ്. നമ്മളിങ്ങനെ പുതപ്പിട്ട് നമ്മൾ പുതപ്പിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് രസം തോന്നില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഒരു ചെരുപ്പ് ഇടാനായിട്ട് നല്ല രസമാണ്. ഇതിനും 400 സംതിങ് ആയിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ നമ്മളെ ഈ ഒരു മണിമുല്ലുണ്ടല്ലോ ഉണ്ടാവണതും കാത്തിരുന്നിട്ട് എൻ്റെ ഒരു അവസ്ഥ കണ്ടോ. ഞാനിത് ഓരോ പ്രാവശ്യം പൂക്കുന്നുണ്ടോ നോക്കിയിട്ട് ആ ഒരു മഴയൊക്കെ ഭയങ്കര ഈ നിന്നൊരു മാസം മഴ പെയ്തല്ലോ, അതിന് മുന്നേ ഇതിൽ കുഞ്ഞു മുട്ട വന്നാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഇടയ്ക്കൊക്കെ പോയി നോക്കിയപ്പോഴും ഇത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതാ അപ്പോൾ വന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ പൂ വിരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. നല്ല രസമുള്ളൊരു വെള്ള പൂവായിരുന്നു അത്. അതെന്ന് വെച്ചാൽ ഞാൻ വേറെ ആൾക്കാർ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ സ്വന്തം ചെടിയിൽ പൂ വിരിഞ്ഞാൽ കണ്ടില്ല. കാരണം അത് ആ ഒരു നമ്മളെ വേലിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു ചട്ടിയിൽ അങ്ങനെ വെച്ചിരിക്കുന്നു, ആ വേലി പടർപ്പിലൂടെ പടർത്തിയിരിക്കുന്നു. അപ്പം പൂവ് അപ്പുറം സൈഡിലേക്ക് ഉണ്ടായിട്ട് അങ്ങോട്ട് വിരിഞ്ഞത് ഞാൻ കണ്ടില്ല. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ, അങ്ങനെ ചെടീൻ്റെ ഉള്ളിലൊന്നും പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അത് വിരിഞ്ഞു പോയി. ഭയങ്കര സങ്കടമായി പോയി. ഞാൻ നോക്കി ചെയ്തിട്ട് പൂ വിരിഞ്ഞങ്ങോട്ട് പോയി. പിന്നെ നമ്മുടെ ഈ ഒരു ചെടി ഞാൻ ഇപ്പോൾ അറിയുന്നത് കേട്ടോ. നമ്മളെ ഇത് ഇങ്ങനെ ആദ്യം ആ ഒരു പൂവിൻ്റെ കൊല വരുമല്ലോ, അതിൽ പൂക്കൾ വിരിയും. അത് കഴിഞ്ഞിട്ട് ആ പൂക്കൾ കൊഴിയുമ്പോഴത്തേക്കും ആ ഒരു പൂവിൻ്റെ നമ്മുടെ ആ ഒരു കൊല ഉണ്ടാവുമല്ലോ, അത് പിന്നെ താഴേക്ക് നീണ്ടു വന്നിട്ട് വീണ്ടും ഉണ്ടാകും, പിന്നെയും നീണ്ടു വരും, വീണ്ടും ഉണ്ടാകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അതെനിക്കറിയില്ല, ഇങ്ങനെ തൂങ്ങിയാണ് പൂ ഉണ്ടാവണമെന്നൊക്കെ അറിയാം, പക്ഷേ ആ കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഭയങ്കര നീട്ടം വെച്ച് വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ തൂങ്ങി താഴെ എത്തിയിട്ടുണ്ട്. അതായിട്ട് ടോബോൻ്റെ അടുത്ത് കിട്ടിയ ടോബോ കടിച്ച് നാശാക്കും. പിന്നെ നമ്മുടെ ആ പപ്പായയിലൊക്കെ അന്ന് ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പപ്പായ പറിക്കുന്നൊക്കെ നല്ല മധുരമുള്ള അതാട്ടോ. അത് ഇങ്ങനെ കുറേ കായ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അടുത്തൊന്നിങ്ങനെ ഇപ്പം പഴുക്കും നാളെ പഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇതിൻ്റെ മേലത്തെ റൂമിലോട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന്, അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും മഴ സമയത്ത് ഇങ്ങനെ ഒരു തുണി എടുക്കാണ്ട് വെക്കുമ്പോഴേ, അപ്പോൾ ഈ റൂമിലെ ബെഡ്ഷീറ്റും അതേപോലെ തന്നെ കമ്പിളിയൊക്കെ അലക്കാനുള്ള പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് അലക്കി ആറിയിട്ടു. അപ്പോൾ ആ ഒരു പുതപ്പ് അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പുതപ്പും കൂടെ ഉണ്ടായിരുന്നു അലക്കാനായിട്ട്. ഞാനിങ്ങനെ അലക്കാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുക. കാരണം എന്താ വെച്ചാൽ മഴയായത് കൊണ്ടേ ചിലപ്പോൾ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ മണം വന്നാലോചിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും അലക്കിയിട്ട് സീനില്ല. ഞാൻ ഒന്നും കൂടെ എന്താ പറയുക അലക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു ഉണങ്ങണ ഓപ്ഷനിലിട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. ആ ഒരു കമ്പിളി പിന്നെ നൈസ് സംഭവം, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് അങ്ങനെ അത് ഇട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു നേരത്തെ കാണിച്ച സീഡ്ലെസ് ലെമൺ. ഇതിനുള്ളിൽ കണ്ടോ കുരുവൊന്നുമില്ല, ഇതേപോലെയാണ്. ഇതിൽ പിന്നെയും ചാറ് പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല ആദ്യം ഉണ്ടായ മരത്തിൽ വലിയ കായായിരുന്നു, ഇപ്പോൾ കുഞ്ഞിതാ പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കായയിൽ വലിയ തീരെ ചാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഈ ഒരു ഇപ്പുറത്തെ മരത്തിൽ പിന്നെയും ചാറുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെയാണ് ചെറുനാരങ്ങയുടെ കാര്യം. അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങനെ കാര്യമായി വിശ്വസിക്കാം. കുറച്ചുകൂടെ അച്ചാറിന് ഇത് അടിപൊളിയാണ്. അപ്പം വേറെ സാധാ വീട്ടിൽ കുറച്ച് നമ്മുടെ നാടൻ ചെറുനാരങ്ങയുടെ തൈ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. 2 എണ്ണം വെച്ചിരുന്നു, ഒന്ന് ശുഷ്കിച്ചിരിക്കുന്നുണ്ട്, ഒന്ന് നല്ലൊരു ചെടിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എനിക്ക് ആ ഒരു ചെറുനാരങ്ങയിലാണ് പ്രതീക്ഷ. പിന്നെ അതാ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പം ആ ഒരു തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴും നീതം കയറി വരും. എന്നിട്ട് അവനറിയാം ഇതാരുടെ ഡ്രസ്സാണ്, ഇത് അച്ഛൻ്റെ ഡ്രസ്സ്, അമ്മേൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ എന്ത് ചാണോ, അവിടെ നഖം മുച്ചിൻ്റെ ചാനോനി 50 അയക്കണ്ടേ അമ്മൻ്റെ പൊന്നിന് കൂടാടാ ആടാ. അമ്മ തരാം അയച്ചൂട്ടാ. അമ്മയോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം കേട്ടോ. ബൈ.